നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വയനാട് തുരങ്കപാതയ്ക്കായുള്ള പണിക്കിടെ ഉണ്ടായ മണ്ണിടിച്ചിൽ ഒരു അപകട വാർത്ത മാത്രമല്ല, വികസന പദ്ധതികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ മുന്നറിയിപ്പ് കൂടിയാണ്. പശ്ചിമഘട്ടത്തിന്റെ അതീവ ദുർബലമായ ഭൂപ്രകൃതിയിൽ ഇത്തരമൊരു വമ്പൻ പദ്ധതി നടപ്പാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും ശാസ്ത്രീയ പഠനവും സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായി പാലിക്കേണ്ടതുണ്ട്. എന്നിട്ടും പണിക്കിടയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് സ്വാഭാവിക പ്രതിഭാസം മാത്രമല്ല, നിർമ്മാണ രീതിയിലും സുരക്ഷാ ക്രമീകരണങ്ങളിലും ഉണ്ടായ വീഴ്ചയാണോ എന്നത് സമഗ്രമായി അന്വേഷിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായി തൊഴിലാളികളുടെ സുരക്ഷയും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആശങ്കകളും പരിഗണിക്കപ്പെടണം. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. വികസനം കേരളത്തിന് ആവശ്യമാണ്. എന്നാൽ മനുഷ്യജീവനും പരിസ്ഥിതിക്കും സുരക്ഷ ഉറപ്പാക്കിയുള്ള വികസനമാകണം അത്. വയനാട്ടിലെ മണ്ണിടിച്ചിൽ ഒരൊറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ തള്ളിക്കളയാതെ പദ്ധതിയുടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകേണ്ട സമയമാണിത്. സർക്കാർ തന്നെ ഈ മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിതം എന്നാണ് വിശദീകരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുകയാണ്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആരുടേതാണ്? മനുഷ്യനിർമ്മിതം എന്ന വിശദീകരണം ഉത്തരവാദിത്വം വ്യക്തമാക്കാനുള്ള തുടക്കമായിരിക്കണം. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള വിശദീകരണമാകരുത്. കരാർ കമ്പനി നിർദ്ദേശമനുസരിച്ചില്ലെന്ന് പറഞ്ഞ് സർക്കാർ എങ്ങനെ കൈയൊഴിയും? കേരളത്തെ ഞെട്ടിച്ച് വീണ്ടും വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ പേർ മണ്ണിനടിയിൽ പെട്ടിരിക്കുകയാണ്. രാവിലെ 11:15 കേരളത്തെ ഞെട്ടിച്ച ഈ ദുരന്തം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. രാവിലെ 11:15 ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഈ മണ്ണിടിച്ചിലാണ് 3 പേർക്ക് ജീവൻ നഷ്ടമായത്. നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ ഉൾപ്പെടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയുമാണ്. ഇതാണ് ആ ഞെട്ടിക്കുന്ന ദൃശ്യം. വയനാട്ടിൽ നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ ഭീതി ഇതുവരെ മാറിയിട്ടില്ല. അതിനു മുൻപാണ് ഇങ്ങനെയൊരു ദുരന്തം കൂടി വയനാട്ടിൽ ഉണ്ടായത്. കനത്ത മഴയായിരുന്നു വയനാട്ടിൽ, പക്ഷേ റെഡ് അലർട്ട് നൽകിയിരുന്നുമില്ല. അതും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മനുഷ്യനിർമ്മിത ദുരന്തം എന്ന വിശദീകരണം സർക്കാർ നൽകി കഴിഞ്ഞു. പക്ഷേ മനുഷ്യനിർമ്മിത ദുരന്തമാണെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുമില്ലേ? തുരങ്കപാതയുടെ പണി നടക്കുന്നതിനിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് അത് നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നതാണ് ജൂൺ 20-ന്. പക്ഷേ മണ്ണ് നീക്കം ചെയ്തിരുന്നില്ല. അങ്ങനെ ആ മണ്ണ് കനത്ത മഴയിൽ ഒഴുകിയാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത്. പക്ഷേ മണ്ണ് നീക്കം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പിന്നീട് പരിശോധിക്കുവാൻ എന്തുകൊണ്ട് സംവിധാനം ഉണ്ടായില്ല തുടങ്ങി ഗുരുതരമായ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. MS അനീഷ് കുമാർ ചേരുകയാണ് ഇപ്പോൾ ദുരന്ത സ്ഥലത്ത് നിന്ന്. അനീഷ്, എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം? 3 മരണമാണോ ഇപ്പോഴും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്? മഞ്ജുഷ, രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. മണ്ണിനടിയിൽ ഉണ്ട് എന്ന് കരുതുന്ന 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യഗന്ധം തിരിച്ചറിയാൻ ശേഷിയുള്ള നായ്ക്കളെ അടക്കം വിനിയോഗിച്ച് അത്യാധുനികമായ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. ഫയർഫോഴ്സിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ. പോലീസും ഒപ്പം സന്നദ്ധ പ്രവർത്തകരടക്കമുള്ളവരും ഈ തെരച്ചിലിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകം 3 പേരുടെ മൃതദേഹങ്ങൾ തെരച്ചിലിൽ കണ്ടെത്തി എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരണം ലഭിക്കുന്നത്. പക്ഷേ അനൌദ്യോഗികമായി 5 എന്നുള്ള കണക്കൊക്കെ നേരത്തെ പുറത്തു വന്നെങ്കിലും നേരത്തെ DIGയും ഒപ്പം ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ ഭരണകൂടവും സ്ഥിരീകരിക്കുന്നത് 3 മൃതദേഹങ്ങൾ ഇവിടെ നിന്നും കണ്ടെടുത്തു എന്നാണ്. അവ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 9 പേർ നേരത്തെ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് തേടി എത്തിയിരുന്നു. ഒപ്പം 3 മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് 5 പേരെ കൂടി കാണാനുണ്ട് എന്ന കണക്കും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ഔദ്യോഗികമായ കണക്കുകളല്ല. കാരണം എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു ചിത്രം നൽകാൻ കഴിയില്ല. കാരണം സാധാരണഗതിയിൽ ഈ അപകടം നടന്ന ഇടത്തേക്ക്, തുരങ്കത്തിന്റെ ആ ഭാഗത്തേക്ക് ഈ മസ്റ്ററിംഗ് ഒക്കെ ചെയ്താണ് ആളുകൾ, അതായത് കൃത്യമായ ഹാജർ രേഖപ്പെടുത്തിയൊക്കെയാണ് ആളുകൾ പോയിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി ഈ മഴ കനത്ത സാഹചര്യത്തിൽ അവിടെ മസ്റ്ററിംഗ് സംവിധാനമോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഈ റോസ്റ്ററിലോ ഒപ്പിട്ടിട്ടോ അല്ലെങ്കിൽ പഞ്ചിങ് ഒന്നും നടത്തിയിട്ടല്ല ആളുകൾ പോയിരുന്നത്. നേരത്തെ തന്നെ ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായ അല്ലെങ്കിൽ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന ഒരു തൊഴിലാളിയെ നമുക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് 2 ദിവസമായി കനത്ത മഴയായതിനാൽ ഈ റെഡ് അലേർട്ടും മറ്റുമൊക്കെ ഉള്ള സാഹചര്യത്തിൽ ജോലി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ജോലി നിർത്തിവെച്ചപ്പോഴും അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്, വലിയ വെള്ളത്തിന്റെ ഒരു പാച്ചിലുണ്ടാവുന്നു. ഒപ്പം മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് വിലയിരുത്താനായാണ് ഒരു സീനിയർ മാനേജറുടെയും ഫോർമാന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ജോലിക്കാരുടെ സംഘം അവിടേക്ക് പോയത്. ആ സമയത്താണ് ഇത്തരമൊരു അപകടം നടക്കുന്നത്. നമുക്കറിയാം അതിൻ്റെ ഒരു രൂക്ഷത, ഈ മല പോലെ മണ്ണ് അവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം. ലോഡ് കണക്കിന് മണ്ണാണ് അവിടെ കിടക്കുന്നത്. ഈ അപകടത്തിന് കാരണമായത്, ഈ വലിയ ദുരന്തത്തിന് കാരണമായത് എന്ന് എല്ലാ മേഖലയിൽ നിന്നും ഇപ്പോൾ വിശദീകരണം വരികയാണ്. സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായി വിശദീകരണം വന്നു, മന്ത്രിമാർ പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഈ മണ്ണ് നീക്കം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം, അതിലൊരു പരിശോധന നടന്നിരുന്നില്ലേ? എന്താണ് നാട്ടുകാർ പറയുന്നത്? അനീഷ്, നാട്ടുകാരും ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നാട്ടുകാരും ഈ അപകടത്തിൽ പെട്ടിട്ടില്ല എന്നതാണ്. കാരണം ഈ പ്രാദേശിക തലത്തിലുള്ള ആളുകൾ, ഈ പഞ്ചായത്ത് അംഗങ്ങളും മറ്റുമൊക്കെ ഇവിടെയുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷേ ആരെയും അത്തരത്തിൽ കാണാതായിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ വഴി കടന്നുപോയ വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ അതിൽ പെട്ടിട്ടില്ല എന്നും കണ്ടെത്തിയിരുന്നു. ഒരു ടാങ്കർ ലോറി തിരിച്ച് വരുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടിരുന്നു, ആ വെള്ളത്തിന്റെ ഒരു പാച്ചിലിൽപ്പെട്ട്. പക്ഷേ അപ്പോഴും തല നാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളെ അടക്കം നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് പ്രദേശവാസി ആരും ഈ വെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എത്ര തൊഴിലാളികൾ ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം അധികൃതർ ഔദ്യോഗികമായി നടത്തണം. പോലീസൊക്കെ അക്കാര്യം കൃത്യമായി പരിശോധിച്ച ശേഷം വിവരങ്ങൾ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കൃത്യമായ ഒരു വീഴ്ച നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം ഇത് ഈ കമ്പനിക്ക്, നിർമ്മാണ കമ്പനിക്ക് സംബന്ധിച്ച ഒരു കത്ത് നൽകിയെന്ന് പറയുമ്പോൾ പോലും ഒരു കത്ത് നൽകുക മാത്രമാണോ ഉത്തരവാദിത്തം? സാധാരണഗതിയിൽ ഒരു നിയമലംഘനം ചൂണ്ടിക്കാട്ടി ഒരിടത്ത്, ഒരു നിർമ്മാണം നടക്കുന്നിടത്ത് ഒരു കത്ത് നൽകിയാൽ പിന്നീട് ആ കത്തിൽ എന്ത് നടപടി ഉണ്ടായി, അല്ലെങ്കിൽ ആ അപകടാവസ്ഥ അങ്ങനെ നിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു പരിശോധന നടത്തേണ്ടത് കൃത്യമായും അധികൃതർ ഉത്തരവാദിത്തമാണ്. മറിച്ച് അപകടമുണ്ടായ ശേഷം തങ്ങൾ കത്ത് നൽകിയിരുന്നു എന്ന് മാത്രം പറയുന്നതിൽ അവരുടെ ഉത്തരവാദിത്തം ഒഴിവാകുന്നില്ല. ഇങ്ങനൊരു അപകടം ഉണ്ടായിരിക്കണം, കുറച്ച് വിവരങ്ങൾ കൂടി കിട്ടണം. കാരണം ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണല്ലോ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഒരു കത്ത് നൽകിയിരുന്നു, ഈ മണ്ണ് കൂടി കിടക്കുന്നത് കൊണ്ട് ആ മണ്ണ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രിമാർ പറയുന്നത്. അതുപോലെ തന്നെ സ്ഥലം MLAയും ഒക്കെ പറയുന്നത്. PWD മന്ത്രി പറഞ്ഞിരുന്നു ഇക്കാര്യം, കൃഷിമന്ത്രി പറഞ്ഞിരുന്നു, ടി സിദ്ദിഖ് പറഞ്ഞിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം ശ്രീ സുഭാഷ് ചന്ദ്രബോസ് കാര്യമായോ? ഇതിന്റെ കൃത്യമായിട്ട് ഒരു പരിശോധന അവിടെ നടന്നില്ല. അതായത് ഈ മണ്ണ് നീക്കം ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ 17 ദിവസമായിട്ടും പരിശോധിച്ചിട്ടില്ല. കനത്ത മഴയായിരുന്നു വയനാട്ടിൽ. അപ്പോൾ ഇങ്ങനൊരു ദുരന്തം വരുത്തി വെച്ചു എന്നുള്ള കാര്യം സംശയമില്ലല്ലോ. സംസ്ഥാന എൻവയോൺമെൻറ്റൽ അപ്രൈസൽ കമ്മിറ്റി, സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ അപ്രൈസൽ കമ്മിറ്റി SEAC ആണ് ഇതിന് പരിസ്ഥിതി അനുമതി പ്രാഥമികമായി കൊടുക്കുന്നത്. അവർ 60 കാര്യങ്ങൾ നിർബന്ധപൂർവം പറഞ്ഞു. അതിൽ 25 കാര്യങ്ങൾ കർശനമായി പറഞ്ഞു. അതിൽ 25 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണ്. ആദ്യം അവർ നെഗ്ലക്റ്റ് ചെയ്യാണ് ചെയ്തത്, ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം, രാജ്യത്തെ സംസ്ഥാനത്തെയും പ്രശ്നം, അത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു പദ്ധതി പ്രഖ്യാപിക്കും, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പദ്ധതി അങ്ങ് പ്രഖ്യാപിക്കും, ഒരു പ്രസ്റ്റീജ് പ്രോജക്റ്റായിട്ട് അങ്ങ് പറയും. ഇപ്പോൾ കേരളയിലായാലും ഏത് പദ്ധതിയായാലും പ്രഖ്യാപിച്ചതിന് ശേഷം എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തും. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം ആ പദ്ധതി നടപ്പിലാക്കും. തിരിച്ചാണ് ചെയ്യേണ്ടത്. ആദ്യം പദ്ധതി പ്രഖ്യാപിക്കുന്ന മുമ്പ് ഒരു പദ്ധതി വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അപ്പോൾ തന്നെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റും സുപ്രീം കോടതി അനുവാദം സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്. അതിലേക്ക് ഞാൻ വരാം. അതായത് ശരിക്കും സുപ്രീം കോടതി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാൻ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിക്ക് കൊടുത്ത ഇതിനകത്ത് ബാദുഷ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തു കൂടെയായിട്ടുള്ള ബാദുഷയാണ് ഈ പ്രകൃതി സംരക്ഷണ സമിതിക്ക് വേണ്ടി, വയനാട് പ്രകൃതി സംരക്ഷണ സമിതിക്ക് വേണ്ടി സുപ്രീം കോടതി പോയത്. ഞാൻ ബാദുഷയുമായി ഇന്നും 2 വട്ടം സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ എന്താണോ ആശങ്കകൾ, ആ ആശങ്കകൾ ഡിസ്കസ് ചെയ്തില്ല. സുവോമോട്ടോ തന്നെ സുപ്രീം കോടതി തുടക്കത്തെ പറഞ്ഞു, നിങ്ങൾ വികസനത്തിനെതിരാണോ, രാജ്യത്ത് വരുന്നൊരു വികസനത്തിന് നിങ്ങൾ എതിരാണോ, ഹൈസ്പീഡ് വികസനം വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ തുടങ്ങിയാൽ പിന്നെ മറ്റൊന്നുമില്ല. നമ്മൾ ആദ്യം ലിസണർ ആവുക എന്നുള്ളതാണല്ലോ പ്രധാനം. പരാതി പറയാൻ വരുന്ന ആളിനോട് അല്ലെങ്കിൽ ഒരു ദുഃഖം പറയാൻ നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ പ്രീ കണ്ടീഷനോട് കൂടി ഇരുന്നാൽ ആ ദുഃഖം കേൾക്കില്ല.
അങ്ങനെ ഒരു പ്രീ കണ്ടീഷൻ അവർക്ക് ഫീൽ ചെയ്തു. അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പോയത്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് കമ്മിറ്റി 25 പോയിന്റ് വളരെ കർശനമായി പറഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതിക്ക് അനുവാദം കൊടുത്തത്. അതിൽ ജനങ്ങൾക്ക് ഭൂപടം തയ്യാറാക്കി കൊടുക്കണം, ജനങ്ങളെ കൃത്യമായി അലർട്ട് ചെയ്യണം, ഓട്ടോമാറ്റിക് കാലാവസ്ഥ സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ട് മഴയുടെ ലാഞ്ചന കണ്ടാൽ പോലും അതിശക്തമായ മഴ പോലെയൊക്കെ ഉണ്ടെങ്കിൽ തുരങ്കപ്പണി നിർത്തിവെക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ നിബന്ധനകൾ. റെഡ് അലർട്ട് ഉണ്ടായിരുന്നു അവിടെ? ഉണ്ട്, റെഡ് അലർട്ട് ഉണ്ട്. അല്ലെങ്കിൽ 3 ദിവസം മഴ പെയ്യല്ലേ? റെഡ് അലർട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ അവിടെ മഴ പെയ്യുകയല്ലേ. അപ്പോൾ മാത്രമല്ല 20-ാം തീയതി അവർ കമ്മിറ്റി കൂടി കളക്ടറേറ്റിൽ മീറ്റിംഗ് കൂടി അവരൊരു കത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. കത്ത് കൊടുത്തതുകൊണ്ടോ മിനിറ്റ്സിലുണ്ടോ? അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റുമായി ഇതിൻ്റെ അവിടുത്തെ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റുമായി മറ്റൊരു ചർച്ചയിൽ ഞാൻ സംസാരിച്ചിരുന്നു. പ്രസിഡന്റ് പറയുന്നത് കത്ത് കൊടുത്തിട്ടില്ല, അതേസമയം പറഞ്ഞു മിനിറ്റ്സ് ആയിട്ടുണ്ട്. കളക്ടറേറ്റിൽ നടന്ന മീറ്റിംഗിൽ മിനിറ്റ്സ് ഉണ്ട്, കത്ത് കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇനി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഇത് ഒഴിയുന്നതിന് വേണ്ടി പറയുന്ന ചില കാര്യങ്ങൾ നമുക്കത് മനസ്സിലാകും. കാരണം എല്ലാവരും ഒരേ ടോണിലാണ് പറയുന്നത്. മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ്. 20-ാം തീയതി ഈ മണ്ണ് മാറ്റണം എന്ന് കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നു. അവർ മണ്ണ് മാറ്റിയില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ മണ്ണ് മാറ്റിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അവിടെ ഈ ജോലി നടക്കുന്നത് പരിശോധിക്കാൻ സർക്കാർ സംവിധാനവും ഉണ്ടല്ലോ. ഇപ്പോൾ ചന്ദ്രിക, അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അവരുടെ ഒരു പ്രതികരണം കേൾക്കാം. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടു എന്നല്ല, ഈ മണ്ണും ഇവിടുന്ന് നീക്കണം എന്ന് 2 മാസം മുന്നേ തന്നെ ഞങ്ങൾ മീറ്റിംഗ് ചേർന്ന് ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെ ഇപ്പോൾ സൈഡാണ്, തൊട്ട് താഴെ പാലമാണ്, ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയയാണ് ഇവിടുന്ന് താഴേക്കുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ണ് ഒഴിവാക്കണം എന്ന് 2 മാസം മുന്നേ തന്നെ ഞങ്ങൾ ഇവർക്ക് നിർദ്ദേശം കൊടുത്തതാണ്. അതായത് വലിയ തോതിലാണോ മണ്ണ് കൂട്ടി? അതെ, നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. അത് ചാക്ക് ഷീറ്റ് പുതച്ച് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അത് ശാശ്വതമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു. കാരണം ഇപ്പം അവിടെ കാണുന്ന മണ്ണും അതവിടെ നിൽക്കുന്നത് ശാശ്വതമല്ല എന്ന്. വലിയൊരു മഴ പെയ്യുകയാണെങ്കിൽ ആ മണ്ണ് താഴേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് പുഴയ്ക്ക് താഴേക്കുള്ള ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കത്ത് നൽകിയിട്ട് അവരതിന് എന്തെങ്കിലും മറുപടി നൽകിയോ? എന്ത് പ്രതികരണമാണ് ഉണ്ടായത്? അല്ല, അവർ പറയുന്ന മണ്ണ് ഒഴിവാക്കാൻ അവർക്ക് ഏരിയ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒഴിവാക്കിയത്. അത് നേരത്തെ തന്നെ അവർ ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഈ മണ്ണ് മാറ്റിയിടാൻ സ്ഥലമില്ല എന്ന് പറയുന്നത് അതിനൊരു കാരണമല്ല. കാരണം ഈ ചൂരൽമലയിലൊക്കെ വലിയ അപകടം ഉണ്ടായി നമുക്ക്. തീർച്ചയായിട്ടും ഞങ്ങളത് അവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. കളക്ടർ നേരിട്ട് 2 or 3 ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ DDMA മീറ്റിംഗ് ഇരുന്നു. ആ മീറ്റിംഗിൽ ഞങ്ങൾ ഇവരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിച്ചു. അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞത്, അപ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണിന്റെ ഘടന എന്ന് പറയുന്നത് വളരെ ഇതായൊരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് അവിടെ നിൽക്കില്ല. കാരണം ആ ഒരു അവസ്ഥയാണ് മണ്ണിന്റെ. പ്രദേശവാസികളൊന്നുമില്ല. ഇവിടെ 18 പേരുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. സ്റ്റാഫ് അംഗങ്ങള്, തൊഴിലാളികൾ 2 ദിവസമായിട്ട് ഇല്ലെങ്കിൽ വലിയൊരു ദുരന്തം നടക്കും. ഒരു മുന്നറിയിപ്പിന്റെ ഫലം കൂടി ആയിരുന്നായിരിക്കും. അതെ, അപ്പോൾ 2 ദിവസം മുന്നേ തൊഴിലാളികളെ തൊഴിൽ നിർത്തിവെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായിട്ടുണ്ട്. 18 പേരാണ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് അവരെ കണക്ക് പ്രകാരം അവർ തന്നിട്ടുണ്ട്. ഇതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ശ്രീ MK രാംദാസ് കൂടി ചേരുകയാണ്. രാംദാസ്, ഇത് മനുഷ്യനിർമ്മിത ദുരന്തം എന്ന കാര്യം അത് സർക്കാർ തന്നെ സമ്മതിക്കുകയാണ്. അപ്പോൾ ഇത് പ്രതീക്ഷ പോലെയാണല്ലോ ഈ പറയുന്നത് എല്ലാവരും. മഞ്ജുഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ 2024 ജൂലൈ 29-30 തീയതി പുലർച്ചെ നടന്നിട്ടുള്ള ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ള കഥകൾ നമുക്കറിയാം. അതിന്റെ ഒരു ദുരന്തം, ആ ദുരന്തത്തിന്റെ ഒരു ആഘാതത്തിൽ നിന്ന് ഇതുവരെ നമുക്ക് മോചനം കിട്ടിയിട്ടില്ല. അതിനുശേഷം ഇപ്പോഴും നമ്മൾ അതിന്റെ ഒരു പുനരധിവാസ പദ്ധതിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് നൽകുന്ന വീടുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ യഥാർത്ഥത്തിലുള്ള ഇരകൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പോലും അന്തിമമായിട്ട് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ പറയുന്ന ഒരു 10-20 ദിവസം കൂടി ഉള്ളത് അതിന്റെ ഒരു വാർഷികം, 2ാമത്തെ വാർഷികത്തിലുള്ളത്. ആ സമയത്ത് വീണ്ടും ഒരു ഉരുൾപൊട്ടൽ എന്ന് തന്നെ നമുക്ക് പറയാം. മണ്ണൊലിപ്പ് എന്നൊക്കെ പേരൊക്കെ മാറ്റി വിളിക്കാമെങ്കിലും ഫലത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. നമുക്കറിയാം, ഇപ്പം ഈ തുരങ്കം നിർമ്മിക്കുന്നതിന് വയനാട്ടിലേക്ക് തുരങ്കം, അതായത് കോഴിക്കോട് ജില്ലയിലെ ആനക്കമ്പോയിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തുന്ന മേപ്പാടിയിലേക്ക് എത്തുന്ന തുരങ്കപാത, ഏതാണ്ട് 9 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാതയുടെ ഏറ്റാണ് വയനാട്ടിലെ എൻഡിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് ഈ അപകടം ഉണ്ടായത്. കുറച്ച് ദൂരം മാത്രമല്ലേ ഈ തുരങ്കം വന്നിട്ടുള്ളൂ അല്ലെ? ഇപ്പോൾ പണി ഒരു 60 മീറ്ററോ അല്ലെ? നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇത് മനസ്സിലാക്കുന്ന ഈ ഭാഗത്ത് നിന്ന്, വയനാട് ഭാഗത്ത് നിന്ന് കള്ളാടി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അവിടെ തുടങ്ങിയിട്ടുള്ള വർക്കിൽ ഏതാണ്ട് 100 മീറ്ററോളം ഭൂമിക്കടിയിലേക്ക്, അതായത് ഈ പറയുന്ന പാറയിലേക്ക്
എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തുരങ്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തുരങ്കത്തിൽ നിന്ന് അവിടുന്ന് മാന്തി എടുത്തിട്ടുള്ള മണ്ണ് അവിടെ കൊണ്ട് അവിടെ സംഭരിച്ചിരുന്നു. ഈ മണ്ണിലേക്കാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് പെയ്ത മഴയുടെ ഭാഗമായിട്ട് ഈ തുരങ്കത്തിന്റെ മുൻഭാഗത്തുള്ള മണ്ണ് ഇടിഞ്ഞു വീഴുകയും അതിന്റെ ഒരു ഫോഴ്സിൽ ബാക്കി അവിടെ സംഭരിച്ചിട്ടുള്ള മണ്ണിലേക്ക് എത്തുകയും അത് ഒഴുകിപ്പോയിട്ടാണ് ഈ വലിയൊരു അപകടം ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇത് ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടുണ്ടായ ഒരു ദുരന്തമാണല്ലോ ഇത്. തുരങ്കം ഇടിഞ്ഞുള്ള ഒരു ദുരന്തമൊന്നുമല്ല, ഈ മണ്ണ് അവിടെ കൂട്ടിയിട്ടുണ്ട്. അത് മണ്ണ് മാറ്റാൻ സ്ഥലമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചില്ല എന്ന് പറയില്ല, ശ്രദ്ധിച്ച കാര്യമാണ്. പക്ഷെ അത് അത്ര കണ്ട് ഗുരുതരമെന്ന് ഇവരാരും കരുതിയില്ല എന്ന പോലെയാണ്. അല്ല, ഇതല്ല ഞാൻ പറയാം, നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നത്. ഇപ്പൊ പറയുന്ന ഈ അതോറിറ്റികൾ, അധികാരികൾ പറയുന്നു നമ്മൾ ഇങ്ങനെ നിർദ്ദേശിച്ചു, അതൊന്നും പരിശോധിക്കാനൊന്നും ഇവിടെ ഒരു സംവിധാനവും ഇല്ലേ? ഈ മഴ പെയ്യുന്നു, കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വലിയ മഴ പെയ്യേണ്ട സമയമാണ് ഇപ്പോ. വയനാട്ടിൽ മഴ കുറവായതുകൊണ്ടാണ്. ഇതിനേക്കാൾ വലിയ മഴ ഇനി പെയ്യാൻ കിടക്കുന്നു. എന്ത് മുൻകരുതലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? ഇപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു പ്രദേശം ദുർബലമാണ്, പാരിസ്ഥിതികമായി ദുർബലമായ പ്രദേശമാണെന്ന് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എത്ര പഠനങ്ങൾ, എത്ര പഠനങ്ങൾ, എത്ര വർഷങ്ങളിൽ നടക്കുന്നു. ആണത്, അപകട മേഖലയാണത്. എത്രയോ പറഞ്ഞു, പക്ഷെ ഇത് കേൾക്കാൻ ആരും തയ്യാറല്ല. പരിസ്ഥിതി പ്രവർത്തകർ മാത്രമല്ല, ഗവൺമെന്റ് ഏജൻസികൾ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഇത് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അപകട മേഖലയാണ്, ഇവിടെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആര് കേൾക്കുന്നു? ഇതിന്റെ മുകളിൽ ഈ ഒരു അപകടം വരുമ്പോൾ ഇതിനെതിരായിട്ട് സത്യത്തിൽ ഇതൊരു സൂചന മാത്രമാണെന്നാണ് നമുക്ക് കാണേണ്ടത്. എന്താണ് ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു നാട്ടിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ജീവിക്കാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും നിഗണിച്ചുകൊണ്ട് എന്ത് വികസന പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്? എന്ത് വികസന പദ്ധതി? ആരോടാണ് ഇതിന് മറുപടി പറയുക? ഏതോ നാട്ടിൽ കിടക്കുന്ന പാവം മനുഷ്യരാണ് ഇവരെ കുരുതി കൊടുത്തിരിക്കുന്നത്. പാവം മനുഷ്യരാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, നാട്ടുകാർ അപകടത്തിൽപ്പെട്ടില്ലെന്ന് വിചാരിച്ചത് ഇതിന്റെ ഒരു സങ്കീർണത അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭീകരത നമുക്ക് കുറച്ച് കാണാൻ കഴിയും. ഈ മനുഷ്യനെ എന്തിന്റെ പേരിലാണ് നമ്മൾ ജോലിക്ക് കൊണ്ടുവരുന്നത്? ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഈ പറയുന്ന കഴിഞ്ഞ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ കാലത്തും. നമ്മൾ വലിയ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകളായിട്ട് അവർ വിളിച്ചു വരുത്തിയതാണ്. ഇതാ സുരക്ഷിതമായ വയനാടാണ്, സുരക്ഷിതമായ കേരളമാണ്, സുന്ദരമായ കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം രാജ്യമാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പാവം മനുഷ്യര് കൊലയ്ക്ക് കൊടുക്കുന്നത്. ശരിക്കും ഒരു മസാക്കറാണത്. ശരിക്കും ആസൂത്രിതമായ ഒരു മസാക്കർ ഉണ്ട് ഇതിന്റെ പേരിൽ. അങ്ങനെ വേണം നമ്മളിത് കാണേണ്ടി വരും. ശരി, ശ്രീ സലീം മടവൂർ, ഇത് കഴിഞ്ഞ LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിരുന്നുവല്ലോ ഈ തുരങ്കപാത ആനക്കാംപോയിൽ നിന്ന് മേപ്പാടി വരെ, ഇല്ലേ? അതിപ്പോൾ കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുമ്പോൾ ഏകദേശം 20 കിലോമീറ്ററോളം കുറയുന്നു എന്നുള്ള കാര്യം. പിന്നെ ഈ തുരങ്കപാത അത് സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ വന്നതാണ്. പരിസ്ഥിതി പ്രവർത്തകർ സുപ്രീം കോടതിയെ സമീപിച്ചതാണ്. അത് പക്ഷേ സുപ്രീം കോടതി തള്ളുകയാണ് ചെയ്തത്. പക്ഷേ അവിടെയും നിബന്ധനകൾ അന്ന് വെച്ചിരുന്നു. ഇതിപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത് താങ്കളുടെ ഒരു വിലയിരുത്തലിൽ? അല്ല, ഇത് പെട്ടെന്ന് മഴ പെയ്ത സമയത്ത് അവിടെ സംഭരിച്ച മണ്ണ്, അപ്പോൾ നമുക്കറിയാം ഉത്തരേന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചൊക്കെ അവർ എത്രമാത്രം അനുഭവസ്ഥരാണ് എന്നുള്ളത് സംശയിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ജൂൺ തൊട്ട് നന്നായിട്ട് മഴ പെയ്യാണ്. പ്രത്യേകിച്ച് അവിടെ പോയ ആളുകൾക്കറിയാം ഈ വയനാട്ടില് ആ മണ്ണ് എന്ന് പറഞ്ഞാൽ വളരെ പശിമയുള്ള മണ്ണാണ്. അപ്പൊ നമ്മുടെ അവിടുത്തെ വീട് നിർമ്മാണം നടക്കുന്ന അവിടുത്തെ ആളുകൾക്കുള്ള ദുരന്തബാധിതർക്കുള്ള വീട് നിർമ്മിക്കുന്ന സ്ഥലത്തും അല്പം മഴ പെയ്ത് നമുക്കറിയാം അതിൽ നടക്കാൻ കഴിയില്ല, വഴുതുന്ന മണ്ണാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പൊ അത് ഒരു കേവലം കരാർ, വളരെ എത്ര നിസ്സാരമായിട്ടാണ് സർക്കാരിന്റെ പ്രതിനിധികൾ പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്. അവിടുത്തെ കരാർ കമ്പനിയെ ഏൽപ്പിച്ചിരുന്നു മാറ്റാൻ പറഞ്ഞത്, അവർ മാറ്റിയില്ല. കരാർ കമ്പനിയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. കരാർ കമ്പനി തെറ്റ് ചെയ്ത് അത്രയും മണ്ണ് കൂട്ടിയിട്ട് അത് ദുരന്തം ഉണ്ടാവുന്ന സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ നടപടി, അല്ലെങ്കിൽ സർക്കാർ നീക്കിയിട്ട് അതിന്റെ ചെലവ് കരാർ കമ്പനിയോട് ഈടാക്കണം. ഇതൊന്നും ചെയ്യാതെ ഈ പാവപ്പെട്ട തൊഴിലാളികളെ കൊലക്ക് കൊടുത്ത്, നേരത്തെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെ ഇതൊരു പ്ലാന്റ് മസാക്കർ പോലെ ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ മന്ത്രിമാർ അവിടെ എത്തിയിരിക്കുകയാണ്. ടി സിദ്ദിഖും AP അനിൽകുമാറും ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നാണ് അവർ ഈ അപകട സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് ആദ്യം പറഞ്ഞത് മന്ത്രി ടി സിദ്ദിഖാണ്. അദ്ദേഹവും ഈ സംഘത്തിലുണ്ട്. മന്ത്രിമാരുടെ സംഘം ഇപ്പോൾ സ്ഥലം സന്ദർശിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ ടി സിദ്ദിഖ് പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കാം, അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വലിയ ദുരന്തം ഇന്ന് കള്ളാടിയിൽ, മേപ്പാടി പഞ്ചായത്തിൽ കള്ളാടിയിൽ നമ്മളെയൊക്കെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്.
ഇതിലിപ്പം നിലവിൽ വിംസ് ആശുപത്രിയിൽ 6 പേർ നിലവിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. കിരൺകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് താപ്പൂർ, രജനീഷ്, തന്മയ് ഘോഷ് എന്നിവരാണ് വിംസ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിട്ടുള്ളത്. അവർ 6 പേരുടെയും നില നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. NDRFന്റെ സംഘങ്ങൾ, വയനാട്ടിൽ നിന്നുള്ള സംഘവും ആദ്യം പോന്നു. കോഴിക്കോടുള്ള സംഘത്തോടും അങ്ങോട്ട് പുറപ്പെടാൻ ആവശ്യപ്പെട്ടു. 2 NDRF സംഘങ്ങളും അവിടേക്ക് പോയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നതിന്, അടിയന്തരമായിട്ടുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ശ്രീ ശേഖർ കുര്യാക്കോസിനോട് ഇതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ തലത്തിലും ഏകോപനം നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. രാവിലെ 225 സെന്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും മഴയുണ്ട്. വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിൻ്റെ ഘടന വളരെ വ്യത്യാസമാണ്. ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പ്രശ്നം. മഴ പെയ്താൽ അത് അപകടത്തിലാകും, അത് അപകടത്തിലേക്ക് പോകുമെന്നതും മൺസൂണല്ലേ പോകുമെന്നും മുൻകൂട്ടി ജില്ലാ കളക്ടർ തന്നെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തരവിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 20-ാം തീയതി തന്നെ ഇറക്കിയതാണ്. പിന്നീട് PWD മിനിസ്റ്റർ പോയിട്ട് അവിടെ യോഗം ചേർന്നതാണ്. അവിടെ റവന്യൂ സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗം എല്ലാം നടന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നും അവർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഫോഴ്സുകളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. മഴയുടെയും ഈ മണ്ണിൻ്റെ ഘടന, ഒരു ചെളി കലർന്ന മണ്ണാണ് ഇതുള്ളത്. അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി 8 എസ്കലേറ്റർ അവിടെ ഉണ്ട്, നേരത്തെ തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്യുപ്മെന്റ്സിന്റെ അഭാവമൊന്നും ഉണ്ടാവില്ല, ഫോഴ്സിന്റെ അഭാവമൊന്നും ഉണ്ടാവില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ശ്രീ സലീം മടവൂർ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് മുഖ്യമന്ത്രിയും ആവർത്തിക്കുകയായിരുന്നു. എത്ര നിസ്സാരമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. 20-ാം തീയതി കലക്ടർ നിർദ്ദേശം കൊടുത്തു. ഇന്ന് എത്ര തീയതി? 7-ാം തീയതി അല്ലേ ഇന്ന് തീയതി? 17 ദിവസം കഴിഞ്ഞു. ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥയിൽ ആ മണ്ണ് നീക്കം ചെയ്യണമെന്ന് ജില്ലാ കലക്ടർ ഉത്തരവ് കൊടുത്തിട്ട് 17 ദിവസത്തിന്റെ ഇടയ്ക്ക് ഇത്രയും പാരിസ്ഥിതിക ദുർബലം അല്ലെങ്കിൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും മണ്ണുണ്ട് എന്ന് സർക്കാർ കണ്ടിട്ട് അത് ബന്ധപ്പെട്ട ഉത്തരേന്ത്യൻ കരാർ കമ്പനി അത് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ സർക്കാർ നോക്കുകുത്തിയാണോ? ഇവർക്ക് എന്താ പണി? ആ മണ്ഡലത്തിൽ നിന്നൊരു മന്ത്രിയില്ലേ ശ്രീ ടി സിദ്ദിഖ്, സർക്കാരിന് എന്താ ജോലി? വളരെ നിസ്സാരമായിട്ട് ഇത് കണ്ടു. അത് കാര്യത്തിൽ തുടർന്നൊരു നടപടി എടുത്തില്ല. മണ്ണ് നീക്കാൻ ഈ കരാർ കമ്പനി നീക്കം ചെയ്യുന്നില്ലെങ്കിൽ റവന്യൂ വകുപ്പ് മണ്ണ് നീക്കം ചെയ്യണം. റവന്യൂ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കല്ലേ, പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആ മണ്ണ് അവിടുന്ന് നീക്കം ചെയ്യണം. സർക്കാർ ചെലവിൽ നീക്കം ചെയ്ത് കരാർ കമ്പനിയോട് പിടിക്കണം. പിന്നെ സർക്കാരിന്റെ പണി എന്താണ്? സർക്കാർ ഇങ്ങനെ കരാർ കമ്പനിയോട് പറഞ്ഞ് ഉറക്കി നടക്കലാണ് പണി. ഇവർ പരിശോധിച്ചോ? ഇത്രയും ദിവസം ഈ വർക്കിന്റെ എന്തെങ്കിലും കൂടിയാലോചന നടന്നോ? എന്താ തിരക്ക്? ഇവിടെ ഭവന സമുച്ചയം നിർമ്മിക്കുന്ന സ്ഥലത്തൊക്കെയുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി പ്രവർത്തനം എങ്ങനെ മുടക്കാം? ഇവിടെ ഒരു ദുരന്തം കൊണ്ടുവന്ന് ഇത് കഴിഞ്ഞ സർക്കാരിന്റെ ഈ തുരങ്കപാത പരാജയമാണെന്ന് വരുത്താൻ വേണ്ടിയുള്ള ശ്രമം കൂടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത്രയും നിസ്സാരമായി. അതുകൊണ്ടല്ലേ 17 ദിവസം ഇടപെടാതിരുന്നത്. 17 ദിവസം ജില്ലാ കലക്ടർ ഒരു ഉത്തരവിട്ടിട്ട് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ അതേക്കുറിച്ച് തുടർ നടപടി എടുക്കാത്ത ഒരു സർക്കാരിനെ കുറിച്ച് എന്താ പറയേണ്ടത്? ശരി രാംദാസ്, അങ്ങനെ താങ്കൾ കാണുന്നുണ്ടോ? രാംദാസ്, ഇതിപ്പോൾ LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതി പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ ഈ സർക്കാർ ശ്രമം നടത്തിയെന്നൊക്കെ. അല്ല, ഇത് വളരെ ബാലിശമായിട്ടുള്ള ഒരു വാദമായിട്ടാണ് മഞ്ജുഷ ഇതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം അതായത് ഈ പദ്ധതി അവിടുത്തെ പരിസ്ഥിതിക്ക് അനുകൂലമല്ലെന്നുള്ളത് വിവിധ കമ്മിറ്റികൾ, വിവിധ ഏജൻസികൾ വളരെ ശക്തമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട്. പക്ഷെ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതായത് ഗവൺമെന്റ് നിശ്ചയിച്ച ഏജൻസികൾ തന്നെ അവിടുത്തെ ഈ പറയുന്ന പ്രദേശം ഇത്തരം പദ്ധതികൾക്ക് അനുകൂലമല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറയുന്നത് സത്യത്തിൽ ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പറയുന്ന ഒരു സാങ്കേതിക തകരാറിന്റെ മാത്രം ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്നാണ്. പക്ഷെ അത് നമുക്ക് അംഗീകരിക്കാനേ പറ്റില്ല. യഥാർത്ഥത്തിൽ ഈ പദ്ധതി തന്നെ പുനരാലോചിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു അപകടത്തെ നമ്മൾ കാണാം. അത്രമാത്രം കഴിഞ്ഞ LDF സർക്കാർ ഇതൊന്നും മുഖവിലേക്ക് എടുത്തില്ല എന്നാണല്ലോ അല്ലെ? അന്ന് UDF നേതാക്കളും പറയുന്നുണ്ടായിരുന്നു ഈ പദ്ധതി അത്ര ശരിയല്ല എന്നുള്ള കാര്യം.
രാജ്മോഹൻ ഉണ്ണിത്താന്റെ ബൈറ്റുണ്ടായിരുന്നു അല്ല, അതാണ് മഞ്ജുഷ്, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഏതെങ്കിലും ഒരു പദ്ധതി വരുമ്പോൾ അത് ആര് അവതരിപ്പിച്ചു എന്നുള്ള ഈ നാട്ടിനകത്ത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ പദ്ധതി വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഈ പ്രദേശം വളരെ പരിസ്ഥിതികമായിട്ട് ലോല പ്രദേശമാണ്, ദുർബലമായ പ്രദേശമാണ്. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ നിർമ്മാണങ്ങളും അപകടങ്ങളാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അത് അംഗീകരിക്കാതെ എന്തോ വികസന പദ്ധതി എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കേരളം പ്രതീക്ഷിക്കുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന പരിസ്ഥിതിയോട് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ പണ്ടത്തെ ഹരിത MLA-മാരുടെ സംഘത്തിലൊക്കെ ഉണ്ടായിരുന്ന സതീശനിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പദ്ധതിയെ കുറിച്ചുള്ള പുനരാലോചന തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മളെ മുന്നിൽ ഒരു ദുരന്തം ഉണ്ടായി. ഈ ദുരന്തത്തിന്റെ ആഘാതത്തെ കുറിച്ച് പോലും ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ പദ്ധതി ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ തുരങ്കത്തിന്റെ തുടക്കമാണിത്. തുരങ്കം വയനാട്ടിലേക്കുള്ള തുടക്കമാണ്. ഇവിടേക്ക് ഈ മണ്ണിടിച്ചിൽ ഈ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു 8 കിലോമീറ്റർ ആണ്. ഒരു കിലോ, അതായത് വെറും 100 മീറ്റർ മാത്രം ഇടിച്ചപ്പോഴാണ്, ഇത് മണ്ണെടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നത്. അപ്പൊ ഇനി ബാക്കി ഇപ്പൊ എന്തായിരിക്കും? ബാക്കി ഇത്രയും 100 മീറ്റർ പോലും പോയില്ല, അതിനു മുൻപ് തന്നെ ഇങ്ങനെ ദുരന്തമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇത് പക്ഷേ ഈ തുരങ്കം പണിയുന്നതിൻ്റെ അതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു അപകടമല്ല എന്ന രീതിയിലാണ് കേട്ടോ പൊതുവെ കണക്കാക്കുന്നത്. അങ്ങനെയാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. ഇത് മണ്ണെടുത്ത് അവിടെ ഇട്ടു, ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്തില്ല, അതുകൊണ്ട് മണ്ണിടിച്ചിലുണ്ടായി. താങ്കൾ അതിനെ ഉരുൾപൊട്ടലായിട്ട് കാണുകയാണ്. അല്ല, ഇത് യഥാർത്ഥത്തിൽ തുരങ്കം നിർമ്മിക്കാനുള്ള ആ വഴിയാണ്, തുരങ്കത്തിലേക്കുള്ള വഴിയാണ്, തുരങ്കമാണിത്. തുരങ്കം നിർമ്മിക്കുകയാണ്, അവിടെ മണ്ണിന്റെ ഭാഗമാണ്, പാറയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പൊ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, അതായത് 100 മീറ്റർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇത്രമാത്രം വലിയ ആഘാതം ഉണ്ടാവുമെങ്കിൽ ഈ ഭൂമിക്കടിയിലുള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ ബാധിക്കാം? ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഏതാണ്ട് 60ഓളം നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങൾ മുഴുവൻ അംഗീകരിക്കണം, അത് പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു നിർദ്ദേശം പോലും പൂർത്തിയാക്കാൻ ഈ കമ്പനി, ഈ പറയുന്ന നമ്മളുടെ ഈ പദ്ധതി ആസൂത്രണം ചെയ്തവർ, അത് തുടങ്ങിയവർ ചെയ്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു നിയന്ത്രണവും. സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാവും. കാരണം സുപ്രീം കോടതി ഇടപെട്ട ഒരു കേസാണിത്. അങ്ങനെയാണെങ്കിൽ ഹർജിക്കാർക്ക് വീണ്ടും കോടതിയെ സമീപിക്കാം. ഗവൺമെന്റിന് ഒരു ചുമതല ഉണ്ടെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കോടതികളെ മാത്രം ആശ്രയിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ജനത്തിന്റെ ആവശ്യങ്ങളെ, വികസനം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ മഞ്ജുഷ്? നമ്മൾ എങ്ങനെയാണ് അതിനെ വിശകലനം ചെയ്യേണ്ടത്? ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും അവകാശപ്പെട്ടതാണ് ഭൂമി എന്ന് പറയുന്നത്. എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരാളുടെ ജീവനും അല്ലെങ്കിൽ അയാളുടെ മുഴുവൻ അയാളുടെ എല്ലാ അവകാശങ്ങളും കവർന്നുകൊണ്ട് നിങ്ങൾക്കൊരു വികസന പദ്ധതി കൊണ്ടുവരാൻ പറ്റുമോ? ഇതിനെതിരായുള്ള സമരം ലോകം മുഴുവൻ നടക്കുന്നുണ്ട് മഞ്ജുഷ്. അതിന്റെ ഭാഗം തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസ്. ഈ പദ്ധതിയെ വേണ്ടെന്ന് വെക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഇതുകൊണ്ട് നമ്മൾ ജനകീയമായി തയ്യാറായിട്ടുണ്ടോ? നമ്മളത്. ശരി സുഭാഷ്. അതായത് 2025 മാർച്ച് മാസം 1-ന് ആണ് 181ാമത്തെ പരിസ്ഥിതി ആഘാത നിർണയ സമിതിയാണ് ഇതിന് അനുവാദം കൊടുക്കുന്നത്. അനുവാദം കൊടുക്കുന്ന ലാസ്റ്റ് കമ്മിറ്റിയാണത്. ആ കമ്മിറ്റി കഴിഞ്ഞതോടെ ആ കമ്മിറ്റിയുടെ പീരീഡ് കഴിഞ്ഞു. അവർ ഹറിബറിയായിട്ട് അനുവാദം കൊടുത്തു. എന്നാൽ പോലും കൊടുത്തപ്പോൾ അവർ 25 നിർദ്ദേശങ്ങൾ കർശനമായും 60ഓളം നിർദ്ദേശങ്ങൾ വച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം. കാരണം നിർമ്മാണ സമയത്തും ഇത് ഇപ്പോൾ പറഞ്ഞ മഞ്ജുഷ് നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, അധികൃതർ പറയുന്നത് ടണലുമായി ബന്ധപ്പെട്ടതല്ല, അതിൻ്റെ മണ്ണെടുത്ത് പുറത്തിട്ടതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറയുന്നത്. മണ്ണെടുത്ത് പുറത്തിടുന്നതായാലും അതിൻ്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും സൂക്ഷ്മതലത്തിലുള്ള പ്രിപ്പയർഡ്നെസ് നടത്തണമെന്ന് ഈ സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് കമ്മിറ്റി കൃത്യമായി പറഞ്ഞിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാതെ സലിം മടവൂർ അടക്കമുള്ളവരോടുള്ള എൻ്റെ ഒരു സംശയം, 20 കിലോമീറ്റർ, അതായത് 45 കിലോമീറ്റർ എന്ന് പറയുന്ന ദൂരം 20 കിലോമീറ്റർ കുറയും. 65 മിനിറ്റ് അല്ല 45 മിനിറ്റ്, 30 മുതൽ 45 മിനിറ്റിൻ്റെ ലാഭമുണ്ടാകും. അങ്ങനെ 45 മിനിറ്റിൻ്റെ ലാഭത്തിന് വേണ്ടി ഒരു 20 കിലോമീറ്റർ കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ കുറവ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വയനാട് പോലുള്ള അതീവ പരിസ്ഥിതിക ലോലമായൊരു പ്രദേശത്ത് ഈ ഒരു 7-8 കിലോമീറ്ററിൽ ഇങ്ങനെ ഒരു ടണൽ റോഡ് അല്ലെങ്കിൽ ഒരു ടണൽ വേണമായിരുന്നോ എന്നുള്ളതാണ് പ്രധാന ആശങ്ക. അപ്പോൾ പറഞ്ഞത് ആളുകൾക്ക് 3/4 മണിക്കൂർ കുറയുന്നതിനേക്കാൾ പ്രധാനം, അല്ലെങ്കിൽ 20 കിലോമീറ്റർ കുറയുന്നതിനേക്കാൾ പ്രധാനം എക്കോ ടൂറിസത്തിന് ലക്ഷങ്ങൾ അവിടെ വരും. കാര്യം ടണലിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ വയനാട് വരുന്നവരെല്ലാം, അല്ലെങ്കിൽ അതിപ്പോൾ മന്ത്രി AP അനിൽകുമാറും ടി സിദ്ദിഖും എത്തിയിട്ടുണ്ട് പ്രതികരണം.
വർഷമാക്കാം. അപ്പോൾ നിങ്ങൾ വന്ന് ജസ്റ്റ് സ്ഥലം കണ്ടു, പിന്നെ വരുന്ന വഴിയിലെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയതിനു ശേഷം ഞങ്ങൾ കാണാം. എവിടെ സിദ്ദീഖ് എവിടെയുള്ളത്? മന്ത്രിമാർ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ശരി, സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ അത്രമാത്രം ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു പദ്ധതി നടപ്പിലാക്കണോ വേണ്ടതെന്ന് വലിയ കൺഫ്യൂഷൻ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷനിലൊടുവിലാണ് പിന്നെ സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് കമ്മിറ്റി അനുവാദം കൊടുക്കുന്നത്. അനുവാദം കൊടുത്തപ്പോൾ ഈ കണ്ടീഷൻ എല്ലാം പാലിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ ഒരു കണ്ടീഷനും പാലിക്കപ്പെട്ടിട്ടില്ല എന്നല്ലേ ഇപ്പോൾ തെളിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പദ്ധതി നിർത്തണോ വേണ്ടേ എന്നുള്ളതാണ് എന്നോട് മഞ്ജുഷി ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല. കാരണം അതിവൈകാരികമായി പദ്ധതി നിർത്തണ്ട എന്നല്ല പറയേണ്ടത്. ഗവൺമെൻറ് വളരെ ഗൗരവമായി പുതിയ കമ്മിറ്റിയെ വെച്ച് അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനത്തിൽ നേരത്തെ നടത്തിയതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പുതിയത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അതിൻ്റെ പ്രോ ആൻഡ് കോൺസിക്വൻസ് വിലയിരുത്തണം എന്നുള്ളതാണ് പ്രധാനം. ഒരു കൃത്യമായൊരു സാങ്കേതിക സമിതി അത് പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റുകൾ തീരുമാനമെടുക്കണം. ഗവൺമെൻറ്റുകളായാലും ആരായാലും അതിവൈകാരികമായി നടത്താനും തീരുമാനിക്കരുത്, അതിനേക്കാൾ അതിവൈകാരികമായി നിർത്താനും തീരുമാനിക്കരുത്. ഇത് പറയേണ്ടത് സാങ്കേതിക വിദഗ്ധരും ശാസ്ത്ര സമൂഹവുമാണ്. അപ്പോൾ തീർച്ചയായും ബയാസ്ഡ് അല്ലാത്ത സത്യസന്ധരായ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെ വെച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടെ എടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നതായിരിക്കും ഏറ്റവും ശാസ്ത്രീയം. അല്ലെങ്കിൽ പിന്നെ അത് മറ്റ് തരത്തിലേക്കുള്ള ചർച്ചകൾ പോകും. പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തതിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നതിനകത്ത് നമുക്കൊരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. അത്തരത്തിലുള്ള ലോജിക്കുകളൊന്നും വർക്കൗട്ട് ചെയ്യുന്ന ലോജിക്കല്ല. അതിനേക്കാൾ പ്രധാനം സംഭവിച്ചു പോയ ഈ വിഷയത്തെ പരിഹരിക്കുന്നതിനും തുടർന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ അത് പോകണോ വേണ്ട എന്നുള്ള നയപരമായ തീരുമാനം. മുഖ്യമന്ത്രിയായിരിക്കുന്ന വി.ഡി. സതീശന്റെ അന്നത്തെ നിലപാട് ഈ വിഷയത്തിൽ ഇത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഇതൊരു വലിയ ചാൻസാണ്. ഇത് വന്ന സാഹചര്യത്തിൽ സുവമോട്ടോ രാവിലെ നിർത്തുന്നു എന്ന് പറയാതെ കൃത്യമായൊരു സാങ്കേതിക സമിതി, കാരണം ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ജിയോളജിയും ജിയോമാർഫോളജിയുടെ കാര്യങ്ങൾ മാത്രമേ അവിടെ പഠിച്ചിട്ടുള്ളൂ. കുറച്ചുകൂടി ഹൈഡ്രോളജിയും അതുപോലെ തന്നെ ജിയോളജിക്കൽ ആസ്പെക്റ്റും എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റും കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ടായിരുന്നു എന്നൊരു വാദം ഈ ബാദുഷാ സംഘമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമിനെ വെച്ച് അത് പഠിക്കുകയും അവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇനി മുന്നോട്ട് പോകണോ വേണ്ടതെന്ന് അതാണ് ഏറ്റവും ശാസ്ത്രീയമായി ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ എങ്ങനെ എന്തൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം, അല്ല പോകണ്ട എന്നാണെങ്കിൽ ഉപേക്ഷിക്കാം. അതാണ് എടുക്കേണ്ട ഒരു തീരുമാനം. അല്ലാതെ നമ്മളൊരു അതിവൈകാരികമായി ഇതെടുക്കണോ വേണ്ടെന്ന് ഈ വെഞ്ചറിൽ നിന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. ശരിയാണ്. അതാണ് വികസന പദ്ധതിയാണിത്. വികസനത്തിൽ തുരങ്കം വെക്കുന്നതും ശരിയല്ല. പക്ഷേ അതേസമയത്ത് എനിക്ക് പറയാനുണ്ട് രാംദാസ്, അതായത് നമ്മളിപ്പോ പറഞ്ഞിട്ട് നമ്മളെ മുന്നിൽ ഒരു 500 പേര്, അതായത് 300-400 പേര് ഒരു ദിവസം രാത്രിയിൽ അങ്ങ് ഇല്ലാതായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളെ കൂടെ ജീവിച്ച മനുഷ്യരാണ്. ആ ദുരന്തത്തിൽ ആ ജില്ലയിൽപ്പെട്ട ഒരാളാണ്. അതിന്റെ തൊട്ടടുത്തുള്ള അടുത്തല്ലെങ്കിലും അതിന്റെ സമീപത്തുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ കൂടെ ജീവിച്ച മനുഷ്യനാണ് ഇല്ലാതായപ്പോൾ. നമുക്ക് അത്ര വൈകാരികമല്ലാതെ അല്ലെങ്കിൽ വൈകാരികമായും ഇതിനെ കാണേണ്ടി വരും. വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ നിഗമനങ്ങൾ മാത്രമല്ലല്ലോ ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല, ശാസ്ത്രീയമായ നിർദ്ദേശങ്ങളും ഈ പറയുന്ന മുൻഗണന ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പലപ്പോഴായി നൽകപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും പരിഗണിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു ദുരന്തം ഉണ്ടായി, നമ്മളിപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ഈ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പോലും ആരാണ് ഇരാന്നുള്ള കാര്യത്തിൽ പോലും ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ കഴിഞ്ഞ ദുരന്തത്തിന്റെ കാലത്ത് ഈ പ്രകൃതിയോടുള്ള നമ്മളുടെ അനുഭാവം, നമ്മളുടെ നിലപാടെന്തെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യം. ഒരിക്കൽ പോലും നമ്മൾ അവിടുത്തെ ഒരു പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറുവിരൽ പോലും നമ്മൾ അനക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. എന്താണ് നമ്മൾ അവിടെ ചെയ്തത്? അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുത്താൻ കഴിഞ്ഞോ നമുക്ക്? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭൂവികസനം എന്ന് പറഞ്ഞാൽ ഭൂമിയെ സംരക്ഷിക്കുന്നതിന്, അതിന് സ്വസ്ഥമായി വിടുന്നതിനുള്ള എന്തെങ്കിലും നടപടികൾ അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മളെ മുന്നിലുണ്ട്. നമ്മളുടെ മുന്നിലുള്ളത് ഈ പദ്ധതി എത്രമാത്രം ഫലപ്രദമാണ് എന്നത് തന്നെയാണ്. അത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ശരി. സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് സർക്കാരിന് വിട്ടുകൊടുക്കാം. ഇക്കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും ആ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക എന്നുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മന്ത്രിമാർ. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, മന്ത്രിമാർ വന്നിട്ട് എന്താണ് പറഞ്ഞത്? ഇപ്പോഴും മണ്ണിനടിയിൽ എത്ര പേർ ഉണ്ട്? ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ കണക്കുണ്ടോ?
അങ്ങനെ കൃത്യമായ ഒരു കണക്ക് മന്ത്രിമാരും പറയുന്നില്ല. കാരണം നേരത്തെ ജില്ലാ ഭരണകൂടം തന്നെ പറഞ്ഞത് 5 പേർ ഇനി മണ്ണിനടിയിൽ ഉണ്ടാവാം എന്നൊരു നിഗമനത്തിലാണ്. പക്ഷേ അതിൽ ഈ കൃത്യമായ ഒരു വിവരങ്ങളൊക്കെ അന്വേഷിച്ച് വേണം അവർക്ക് ഔദ്യോഗികമായി പറയാൻ. കാരണം ഈ സമയത്ത് ജീവനക്കാരല്ലാതെ മറ്റാരെങ്കിലും ഇവിടെ പോയോ അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും കാണാതായിട്ടുണ്ടോ? വിനോദസഞ്ചാരികളൊക്കെ പോകുന്ന ഒരു പാതയാണ്. വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ആ സമയത്ത് പോയിരുന്നു. അങ്ങനെ വിവിധ ഘടകങ്ങൾ വിലയിരുത്തി മാത്രമേ ഒരു പൂർണ്ണമായ നിഗമനത്തിലേക്ക് ഈ സാഹചര്യത്തിൽ എത്താൻ കഴിയൂ. അതുകൊണ്ടാണ് ഒരു ഔദ്യോഗിക കണക്കെന്ന രീതിയിൽ അക്കാര്യം പുറത്ത് പറയാത്തത്. മന്ത്രിമാരെന്തായാലും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ വിലയിരുത്തി. രാത്രിയിലും തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് ഈ പ്രാഥമികമായി പറഞ്ഞിരുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ ഈ രീതിയിൽ തന്നെ ഈ രാത്രി മുന്നോട്ട് പോകാനാണ് സാധ്യതകൾ. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായാൽ ഏതു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം വലിയ മഴ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ കാണാം ഈ തെരച്ചിലിൽ വെളിച്ചം ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. കൃത്രിമ രീതിയിലുള്ള വെളിച്ചമൊക്കെ നൽകിയാൽ പോലും അത് ഈ ആളുകളെ കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നിലവിൽ തെരച്ചിൽ തുടരാനാണ് പോകുന്നത്. മന്ത്രിമാർ സ്ഥലം സന്ദർശിച്ച് നിലവിലെ തെരച്ചിലിന്റെ ഒരു പുരോഗതി വിലയിരുത്തിയതിനു ശേഷം ക്യാമ്പുകളിൽ പോവും. അവിടെ കഴിയുന്ന ആളുകളെ കാണും. ഈ 2 കരകളിലുള്ള ആളുകളെ ക്യാമ്പുകളിൽ പാർപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ഭാഗത്ത് ഒരു പ്രശ്നമുള്ളത് തന്നെ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും ഒരു ഭീഷണിയുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായാൽ അവരെ പെട്ടെന്ന് ഇപ്പുറത്തേക്ക് മേപ്പാടി ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കുന്നതിന് ശേഷം കളക്ടറേറ്റിൽ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കളക്ടറും പോലീസും മറ്റ് അധികൃതരൊക്കെ ചേർന്നൊരു യോഗം നടത്തും. ആ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. എങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പുരോഗമിക്കുക, ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തെരച്ചിൽ പ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുന്നു. 3 പേർ മരിച്ചിരിക്കുന്നു, 5 പേരെ കാണാതായിട്ടുണ്ട്, 9 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്ന കണക്കാണ് ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി നൽകുന്നത്. മഞ്ജുഷ്. ശരി, എം എസ് അനീഷ് കുമാറാണ് ദുരന്ത സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശ്രീ സലീം മടവൂർ, ഇത് LDF സർക്കാർ അന്ന് വേണ്ടത്ര പഠനമില്ലാതെ, എന്നാൽ സുപ്രീം കോടതിയിൽ അനുവാദം കിട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ തുടർന്ന് ധൃതി വെച്ച് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയായിരുന്നു. ഈ വിമർശനം അന്നേ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അന്ന് UDF പറഞ്ഞിരുന്നത് അത് കൃത്യമായിട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോകാവൂ എന്നായിരുന്നു. അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയതുമാണ്. മഞ്ജുഷേ, ഈ എല്ലാ പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള കോട്ടവും തട്ടാതെ പാതകൾ നിർമ്മിക്കണമെങ്കിൽ നടപ്പാത തന്നെ നടന്നു പോകേണ്ടി വരും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ എല്ലാ പഠനവും നടത്തിയിട്ട് നിർമ്മിച്ച 4 വരി പാതയാണ് മാണ്ടിയിൽ നിന്ന് മണാലിക്കുള്ള റോഡ്. ഞാൻ പോയ സമയത്ത് തിരിച്ച് റോഡ് അടുപ്പോൾ ബ്ലോക്കിൽ ഒരു 2-3 ദിവസം കൊടുക്കണം. എന്തോ ഒരു ഭാഗ്യത്തിന് പെട്ടെന്ന് രക്ഷപ്പെട്ടത് കൊണ്ട് തിരിച്ചു പോകുന്നതാണ്. മൊത്തത്തിൽ ഇടിയാണ്. എത്രയോ ആളുകൾ മരിക്കുന്നു, പരിക്ക് പറ്റുന്നു. അതേപോലെ ജമ്മു കാശ്മീരിലേക്ക് നിരവധി ടണലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഹിമാചലിൽ ഒന്നടങ്കം ടണലുകളുടെ നിർമ്മാണമാണ്. അവിടെയൊക്കെ അപകടം ഉണ്ടാവുന്നു. ഒരു മുൻകരുതലും വേണ്ട രൂപത്തിൽ എടുക്കാത്തത് കൊണ്ടോ എന്തോ അപകടം ഉണ്ടാവുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ടണൽ നിർമ്മാണവും നേരിട്ട് ബന്ധപ്പെട്ട് ഒരു അപകടം ഉണ്ടായിട്ടില്ല. അതിന് മണ്ണ് കൂട്ടിയിട്ടതാണ്. അത് ജില്ലാ കലക്ടർ 20-ാം തീയതി നീക്കം ചെയ്യാൻ പറഞ്ഞുവെന്ന് കേരളത്തിന്റെ ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറയുന്നത്. 17 ദിവസം ഇത്രയും ആളുകൾ, 400-ൽ കൂടുതൽ ആളുകൾ ഒന്നിച്ച് മരണപ്പെട്ട് ഇത്രയും പ്രയാസപ്പെട്ട ഒരു പ്രദേശത്ത് 17 ദിവസമായിട്ടും ജില്ലാ കലക്ടർ കൊടുത്ത ഉത്തരവ് നടപ്പിലാക്കി മണ്ണ് നീക്കം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ഭരണകൂടം അവിടെ ഉള്ളത്? ആ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഒരു മന്ത്രി സംസ്ഥാനത്തുണ്ട്. എന്തിനാണ് ഈ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ രാംദാസ് പറഞ്ഞത് കേവലം ഈ മണ്ണ് നീക്കം ചെയ്യാത്തത് മാത്രമല്ല പ്രശ്നം എന്നാണ്, ഈ തുരങ്ക നിർമ്മാണമേ പ്രശ്നമാണ് എന്നാണ് രാംദാസിന്റെ അഭിപ്രായം. അത് കേട്ടുവല്ലോ താങ്കൾ? അല്ല, എല്ലാ ഇന്ത്യയിലെ ഏത് തുരങ്കമായാലും ഏത് വലിയ റോഡുകളായാലും അതിൻ്റെതായ പാരിസ്ഥിതിക പ്രശ്നം, ഒരു പരിസ്ഥിതി പ്രശ്നമില്ലാതെ ഒന്നും നിർമ്മിക്കാൻ സാധിക്കില്ല. അത് പരമാവധി കുറച്ചു കൊണ്ടുവരിക, അപകടമില്ലാതെ കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ മണ്ണ് സമയബന്ധിതമായി നീക്കിയില്ല. അതിനാവശ്യമായ നടപടി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചില്ല. അതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. അല്ലാതെ തുരങ്കമല്ല. തുരങ്കത്തിന്റെ മുകളിലേക്ക് അത് ചാരേണ്ടതില്ല. താഴെ 75 മീറ്ററോളം തുരങ്കത്തിന്റെ പണി കഴിഞ്ഞ് മുകളിലും പണി നടക്കുന്നു. ഈ മണ്ണ് ഒന്നിച്ചൊലിച്ച സമയത്ത് ആ തുരങ്കത്തിന്റെ മുഖഭാഗത്ത് ചെയ്ത കോൺക്രീറ്റ് അടക്കം ഒന്നിച്ചു പോകും. കാരണം ഇത് കൂട്ടിയിട്ട മണ്ണാണ്. അത് സമയത്ത് നീക്കം ചെയ്യണം. വയനാടിന്റെ പ്രകൃതി മനസ്സിലാക്കിക്കൊണ്ട് കലക്ടർ കൊടുത്ത ഉത്തരവ് നടപ്പിലായില്ല. അതിനാവശ്യമായ നടപടി വേണ്ടിയിരുന്നു. അവലോകന യോഗം നടന്നിട്ടില്ല. അവിടുത്തെ വയനാട് പാർപ്പിട പദ്ധതിയുടെ ഉദ്യോഗസ്ഥരെ മുഴുവൻ സ്ഥലം മാറ്റി. റവന്യൂ ഉദ്യോഗസ്ഥരെ അവലോകന യോഗം നടന്നിട്ടുണ്ട് എന്നാണ് PWD മന്ത്രി പറഞ്ഞത് കേട്ടോ. അല്ലല്ല, അതിൽ കാര്യമായ അവലോകന യോഗം ഒന്നും നടന്നിട്ടില്ല. അവിടെയുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ട് ഇഷ്ടക്കാരെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു ലോബി തന്നെ പ്രവർത്തിക്കുകയാണ്. ഉദ്യോഗസ്ഥർ വിളിച്ച് നിങ്ങൾക്ക് സ്ഥലം മാറ്റം വേണോ എന്ന് ചോദിക്കുന്ന ഒരു ലോബി ഈ സംസ്ഥാനത്തുണ്ട്.
അവരാളുകളെ വിളിച്ച് കൊട്ടേഷൻ എടുക്കുകയാണ്. അതിന്റെ തിരക്കിൽ ഈ വയനാട്ടിലുള്ള പാർപ്പിട സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന്റെ ചുമതലപ്പെട്ടവരെ പോലും മാറ്റി. അവിടെ നിന്നുള്ള മന്ത്രി പറഞ്ഞു ഞാൻ അറിയാതെയാണ് പലരെയും മാറ്റിയെന്ന്. എന്തൊക്കെ ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? യൂണിയനുകൾ എഴുതി കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ യൂണിയന്റെ നേതാക്കൾ, പാർട്ടി നേതാക്കൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ലേലം വിളിയാണ്. അതവിടെ നടക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് പക്ഷെ താങ്കൾ നേരത്തെ കുറിച്ച് കടത്തി പറഞ്ഞിരുന്നു, കഴിഞ്ഞ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയെ തുരങ്കം വെക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ ഇടപെട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്, അതാണ് ഈ മനുഷ്യനിർമ്മിത ദുരന്തം എന്നൊക്കെ. പക്ഷെ അത് അല്ല ഇത് നേരത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇത് പരിസ്ഥിതിക്ക് വിരുദ്ധമായ പ്രവർത്തനമാണെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ പദ്ധതിയോട്, വയനാട്ടിലെ 2 പദ്ധതികളോട് മുഖം തിരിച്ചു നിൽക്കുന്ന, അത് വേണ്ടത്ര, അത് നേരത്തെയുള്ള ഗവൺമെന്റിന്റെ ക്രെഡിറ്റിലേക്ക് പോകുന്നതിൽ വേണ്ടത്ര നല്ല താല്പര്യമില്ലാത്ത ആളുകൾ തന്നെയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. LDF സർക്കാരിന്റെ ക്രെഡിറ്റിലേക്ക് പോകില്ലല്ലോ, കാരണം അത് പദ്ധതി തുടങ്ങാതെ അതിന്റെ ഒരു നിർമ്മാണ ഉദ്ഘാടനം മാത്രം നിർവഹിക്കുകയായിരുന്നു കൊട്ടിഘോഷിച്ച്. അതെ, അവിടെ പ്രവർത്തനം തുടങ്ങിയല്ലോ. അതിന്റെ എല്ലാ അനുമതിയും വാങ്ങി ഇവിടെ നേരത്തെ പറഞ്ഞു 20 കിലോമീറ്ററിനാണ് അല്ലെങ്കിൽ അരമണിക്കൂർ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ പാത. അതല്ല, മണിക്കൂറുകളോളം 5 മാസം. ഞാൻ തന്നെ എന്റെ അനുഭവം പറയും, 7 മണിക്കൂർ ചുരത്തിൽ ഞാനും കുടുംബവും 7 മണിക്കൂർ സമയം കുടിക്കാൻ അനുഭവമുണ്ട്. 4 മണിക്കൂർ കുടിക്കാൻ അനുഭവമുണ്ട്. അത് മാറ്റിക്കൊണ്ട് ആ സാഹചര്യം ഒഴിവാക്കി ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് കോഴിക്കോട് വയനാട്ടിലേക്ക് പോകുമ്പോൾ താമരശ്ശേരി ചുരത്തിലുണ്ടാകുന്ന വലിയ ബ്ലോക്ക് അത് ഒഴിവാക്കുവാനും കഴിയുമെന്നാണ്. ആനക്കാംപൊയിൽ നേരെ മേപ്പാടിയിലേക്ക് കയറുകയാണ്. പ്രസാദും അതേപോലെ സംസാരിച്ച മറ്റേ സൂബാന്റെ സുഹൃത്തും 2 പേരും തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. അരമണിക്കൂറിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പദ്ധതി. ഒരുപക്ഷെ സലിം മടവൂർ യാത്ര ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാൻ വയനാട്ടിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ അത് വെച്ച് തന്നെ പറയട്ടെ, വയനാടിലെ 5 റോഡുകൾ, വളരെ മനോഹരമായ റോഡുകളും കാര്യങ്ങളുമൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടും ഡിസൈൻ ചെയ്തുകൊണ്ടുമാണ് ഇതൊക്കെ എടുത്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നിലവിൽ കിടക്കുന്ന റോഡുകൾ ഒന്നും പരിഗണിക്കാതെ, നിലവിലുള്ള അവിടുത്തെ ആളുകളെ പരിഗണിക്കാതെ, ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെ പരിഗണിക്കാതെ, SIT-യുടെ കമ്മിറ്റിയെ പരിഗണിക്കാതെ, ഈ നാട്ടിലുള്ള ഒന്നിനെയും പരിഗണിക്കാതെ നിങ്ങൾ പദ്ധതി പ്രഖ്യാപിച്ചു. അതാണ് പ്രശ്നം. ആ പ്രശ്നം പറയുമ്പോൾ നിങ്ങൾ കാശ്മീരിലെ പ്രശ്നവും മറ്റു പ്രശ്നവും പറയരുത്. നിങ്ങൾ ചെയ്തത്, നിങ്ങളെന്ന് പറഞ്ഞാൽ സലിം മടവൂരല്ല, കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തത് ഈ പറയുന്ന പാരിസ്ഥിതിക അനുമതി പറഞ്ഞവരെ നിങ്ങൾ എന്ത് പറഞ്ഞു എന്നറിയാമോ? അതുകൂടി പറയണം. കേരളിനെ കുറിച്ച് RVG മേനോൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഇടതുപക്ഷ ബുദ്ധിജീവിയായിരുന്ന RVG മേനോൻ അടക്കമുള്ളവരെ, KP കണ്ണനെ അടക്കമുള്ളവരെ പറഞ്ഞത് വികസന ദ്രോഹികളെന്നാണ്. അതിവിടുത്തെ ആർക്കൈവിൽ കിടപ്പുണ്ട്. വികസനത്തെക്കുറിച്ചോ പരിസ്ഥിതിയുടെ എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം ആട്ടിപ്പുറത്താക്കുന്ന ഒരു സമീപനം നടത്തിയതിൻ്റെയും കൂടി ദുരന്തമാണ് മിസ്റ്റർ സലിം മടവൂർ ഈ കാണുന്നത്. ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരെയോ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെയോ കേട്ടിട്ടില്ല കഴിഞ്ഞ ഗവൺമെൻറ് എന്നുള്ളത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. അത് ഇതിൽ മാത്രമല്ല, ഒന്നിലും കേട്ടില്ല, ഒരെണ്ണത്തിലും കേട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു റോഡ് നിർമ്മിച്ചാൽ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാവില്ലേ? വയൽ കടന്നു പോകാതെ റോഡ് നിർമ്മിക്കാം. അല്ല, അവിടെ ഒറ്റ പോയിന്റ് നമ്മൾ തമ്മിലൊരു ഡിബേറ്റ് വേണ്ട. ഒരേ ഒരു പോയിന്റ് സലിം ജയ്, ഒറ്റ പോയിന്റ് ഉള്ളു, വേറെ ഡിബേറ്റ് ഇല്ല. ഒറ്റ പോയിന്റ്. സൈക്കിളിൽ ബെല്ലില്ലാതെ, ബ്രേക്ക് ഇല്ലാതെ, ലൈറ്റ് ഇല്ലാതെ പോകാം, വിമാനത്തിൽ പോകാൻ പറ്റില്ല. വിമാനത്തിന് സകലതും ക്ലിയർ ആയാലേ പോകാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ അപകടത്തിൻ്റെ ഗ്രാവിറ്റി വലുതാണ്, സൈക്കിളിൻ്റെ അപകടത്തിൻ്റെ ഗ്രാവിറ്റി ചെറുതാണ്. അതുകൊണ്ട് താങ്കൾ റോഡിനെയും തുരങ്കപാതയെയും വയനാടിൻ്റെ കാര്യങ്ങളെയും ഒന്നും കൂട്ടിക്കുഴച്ചിട്ട് സാധാരണ വികസനമാണെന്നുള്ള രീതിയിൽ ഒരു ലേമാൻ ലൈനിൽ സംസാരിക്കരുത്. ഒരിക്കലും പറഞ്ഞില്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഏത് ചെറിയ വികസനത്തിൽ പോലും പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാവും, അതാ പറഞ്ഞത്. ചെറിയ വികസനത്തിന് പോലും പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാവും. ഞാനിത് മന്ത്രി PK ബഷീറിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ കയ്യിലല്ല ഈ ജോലി, മേസ്ത്രി പണിക്കാരന്റെ ഡ്യൂട്ടിയാണ് PWD വകുപ്പിനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന്. എന്താണ് മന്ത്രി ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്? ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന രീതിയിൽ. രാംദാസ്, അല്ല, ഇതിന് കാര്യം എന്താ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് സംസാരിച്ച സലീം പറഞ്ഞ ഒരു കാര്യം, കാശ്മീരിലും ഹിമാചൽ പ്രദേശിലൊക്കെ റോഡുകൾ ഇടിഞ്ഞു വീഴുന്നു, ഈ തുരങ്കങ്ങൾ ഇടിഞ്ഞു വീഴുന്നു. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ മനുഷ്യ ജീവന് യാതൊരു വിലയുമില്ലാതെ അദ്ദേഹം പറയുന്നത് മരിച്ച ആളുകളുടെ എണ്ണമില്ല, എണ്ണത്തിന് കണക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇതാണ് ഈ വികസനവാദം എന്ന് പറഞ്ഞ് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് വയനാട്ടിലേക്കുള്ള വഴികൾ മുഴുവൻ തടസ്സപ്പെട്ടിരിക്കുന്നു. ഇത് നന്നാക്കാൻ വളരെ ഈസിയാണെന്ന് മഞ്ജുഷേ. നമ്മളെ ഈ വയനാട് ചുരത്തിന്റെ അവിടെയുള്ള ആ റോഡൊന്ന് ഗതാഗത സജ്ജമാക്കിയിട്ടുണ്ടെങ്കിൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. 5 ചുരങ്ങളുണ്ട് വയനാട്ടിൽ. വയനാട്ടിലേക്ക് കയറാനും ഇറങ്ങാനും. ഈ 5 ചുരങ്ങൾ വളരെ മനോഹരമായി, വളരെ ഭംഗിയായിട്ട് കൃത്യമായി ചെയ്താൽ
കൃത്യമായി ചെയ്താൽ, അവിടുത്തെ കുഴികൾ മാറ്റി അവിടുത്തെ വളവുകൾ നിർത്താനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന ഒരു വിഷയത്തിനാണ് ഇത്രമാത്രം എന്താ പറയാ ഇത്രമാത്രം അപകട ഭീതിയുള്ള എല്ലാ കാലത്തും അപകടം ഉണ്ടാകാവുന്ന സാധ്യതയുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നത് അതിനെ കൊണ്ട് തടയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ വയനാട്ടിലേക്ക് ഈ പറഞ്ഞ പ്രശ്നം യാഥാർത്ഥ്യമാണ്. ഞാൻ വയനാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്, നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. എല്ലാ യാത്രയിലും നമ്മൾ 2-3 മണിക്കൂർ നേരം നമ്മൾ ഈ ചുരത്തിൽ കുടുങ്ങി കിടക്കാറുണ്ട്. ഈ ചുരത്തിൽ കുടുങ്ങി കിടക്കുന്നത് പോലും ഒരു ഗൂഢാലോചനയാണെന്ന് നമ്മൾ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്ന തുരങ്ക പദ്ധതി പോലെയുള്ള കൂറ്റൻ പദ്ധതികൾക്ക് വേണ്ടി, അതായത് നാടിനെ തന്നെ, അതായത് മനുഷ്യരുടെ ജീവന് യാതൊരു വിലയില്ലാതെ നശിച്ചു പോകാൻ കാരണമാകാവുന്ന ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള ഒരു ഗൂഢമായ പദ്ധതിയാണെന്ന് പോലും നമ്മൾ സംശയിക്കണം. ആളുകൾ എത്രയോ നൂറ്റാണ്ടുകളായി യാത്ര ചെയ്യുന്ന ഒരു വഴി നന്നാക്കാൻ നമ്മളെ സംവിധാനത്തിന് കഴിയില്ലെന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ കഴിയും? സലീം അടവൂർ പോലെ അത് വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. എത്രയോ കാലമായി സലീം അടവൂർ വയനാടുമായിട്ട് അടുപ്പുള്ള ഒരാളാണ്, എനിക്കറിയാം അദ്ദേഹത്തിന് അറിയാം ആ റൂട്ടിലൂടെ എത്ര കാലമായി നടക്കുന്നു. എന്തുകൊണ്ടാണ് ആ ചുരം റോഡ് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് യാത്ര ചെയ്യാവുന്ന രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കാൻ കഴിയാതിരുന്നത്? അങ്ങനെയുള്ള ആളുകളാണ് ഇത് ചെയ്തത്. ഇപ്പൊ വേറൊരു കാര്യം കൂടി നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന ഈ ടണലിന് വേണ്ടി മണ്ണ് കൂട്ടിയിട്ടിട്ടല്ലേ ഇപ്പോഴും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് ടണലായിട്ട് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ എങ്ങനെയാണ്? മഞ്ജുഷ്, വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ, നമ്മുടെ 2010 ഈ പറയുന്ന കഴിഞ്ഞ ഈ ചുരൽമല ദുരന്തം ഉണ്ടാകുന്നതിന് 16 മണിക്കൂർ മുമ്പ് നമ്മളുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ഒരു അപകട സാധ്യത മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അവിടെ കൽപ്പറ്റയിൽ പ്രവർത്തിക്കുന്ന ഹ്യൂം സെന്റർ എന്ന് പറയുന്ന ഒരു സെന്ററിന്റെ ഈ പറയുന്ന ക്ലൈമറ്റ് നിരീക്ഷിക്കുന്ന ഒരു സെന്ററിന്റെ ഒരു നിർദ്ദേശം ഒരു മുന്നറിയിപ്പ് വന്നിരുന്നു. അത് പരിഗണിക്കാൻ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അവിടെ പോയിട്ട് ഈ പറയുന്ന നമ്മുടെ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി മനുഷ്യരോട് പറഞ്ഞു, നമ്മുടെ സിസ്റ്റത്തിലുള്ള വിശ്വാസം ആളുകൾക്ക് കുറഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സിസ്റ്റം ഇങ്ങനെയാണ്. ഇപ്പൊ 20-ാം തീയതി നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞു ഈ പണി നിർത്തിവെക്കാൻ. പണി എന്നിട്ട് നിർത്തിവെച്ചില്ല. മണ്ണ് മാറ്റണമെന്ന് പറഞ്ഞു, മണ്ണ് മാറ്റിയില്ല. ഇത് പരിശോധിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ല. നമ്മളെ സിസ്റ്റം മുഴുവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു നാട്ടിൽ, അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇത്തരം ഒരു വലിയ പദ്ധതി, മനുഷ്യരുടെ ജീവന് മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കണമെന്ന് വീണ്ടും നമ്മൾ ആവശ്യപ്പെടുന്നത്? എന്ത് വികസനത്തിന്റെ പേരിലാണ്? എന്താണ് വികസനം എന്ന് പറയുന്നത്? സലീം പക്ഷേ സമ്മതിക്കില്ലല്ലോ എന്തായാലും. കാരണം വയനാട്ടിലേക്ക് യാത്രാ ക്ലേശം ഇപ്പോഴുമുണ്ട്. അത് പരിഹരിക്കുവാൻ ആനക്കാംപൊയിൽ മേപ്പാടി ഈ തുരങ്കപാത ഉപയോഗപ്രദമാണ്. ആ നിലപാട് തന്നെയാണല്ലോ താങ്കൾക്കില്ലേ സലീം? അതായത് കാടിനെ തൊടാതെ ഒരു ചുരവും വികസിപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോഴുള്ള ചുരത്തിലെ 2 വളവുകൾ നിവർത്താൻ തന്നെ എത്ര കാലമായി അതിന്റെ പദ്ധതി തുടങ്ങിയിട്ട്? അനുമതി കിട്ടിയത് ഇപ്പോഴാണ് ചെറിയ രൂപത്തിൽ അതിന് വീതി കൂട്ടുന്നത്. എന്നാൽ പോലും ശ്രീ രാംദാസ്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അവിടെ അത്രയ്ക്ക് ദുഷ്കരമാണ് പ്രവൃത്തിയെടുക്കുക എന്നുള്ളത്. എന്നിട്ട് തന്നെ ആ ചെറിയ പ്രവൃത്തി നടക്കുമ്പോൾ പോലും അപകടം ഉണ്ടായി. അവിടെ എസ്കലേറ്റർ താഴോട്ട് വീണു. അവിടെ എനിക്ക് തോന്നുന്നു JCB താഴെ വീണിട്ട് ആൾക്ക് അത്ഭുതകരമായിട്ടാണ് അതിന്റെ ഡ്രൈവർ രക്ഷപ്പെടുന്നത്, പുറത്തേക്ക് ചാടിയത് കൊണ്ട്. അപ്പൊ അത്രമാത്രം അപകടം പിടിച്ച റോഡാണ് അവിടെയും. അപ്പൊ ഇതിൽ നിന്നൊരു പരിഹാരം വേണം. ഇനി അടുത്ത തലമുറകൾ അവർക്ക് വയനാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ, മെഡിക്കൽ കോളേജിൽ വരാൻ, മറ്റ് ആവശ്യങ്ങൾക്ക് പുറത്തു പോകാൻ ട്രെയിൻ കയറണമെങ്കിൽ, വിമാനം കയറണമെങ്കിൽ ആ ജനങ്ങൾ പുറത്തു വരണം. അവർക്ക് വേണ്ടി റിസ്ക് എടുത്തുകൊണ്ട് ഗവൺമെന്റ് ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് എല്ലാ പാരിസ്ഥിതിക അനുമതികളും വാതിലുകൾ മുട്ടിക്കൊണ്ട് വേണ്ട രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് ഡൽഹിയിൽ ഇടപെട്ടുകൊണ്ട് അങ്ങനെ അനുമതി വാങ്ങി പ്രവൃത്തി തുടങ്ങിയതാണ്. അവിടെ നിന്ന് എടുത്ത മണ്ണ് കൃത്യസമയത്ത് നീക്കം ചെയ്യാത്തതിന്റെ പേരിൽ അപകടമുണ്ടായി. വളരെ ദുഃഖം തോന്നുകയാണ്. 8 സഹോദരന്മാര്, അതിൽ 3 പേര് മരിച്ചു, 5 പേരുടെ ബോഡി ഇനിയും കിട്ടിയിട്ടില്ല. വളരെ ദുഃഖം തോന്നുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക മരിച്ചു പോയിരിക്കുന്നു. വളരെ സങ്കടം തോന്നുകയാണ്. ഇതിന്റെ ഉത്തരവാദി കേരളത്തിലെ ഗവൺമെന്റും റവന്യൂ ഡിപ്പാർട്ട്മെന്റുമാണ്. അവർ മണ്ണെടുക്കാൻ പറഞ്ഞ് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ റവന്യൂ വകുപ്പ് നീക്കം ചെയ്യും. അങ്ങനെയല്ലേ? വയലിൽ മണ്ണിട്ടാൽ ഉത്തരവാദപ്പെട്ട ആൾ എടുക്കുന്നില്ലെങ്കിൽ റവന്യൂ അത് നീക്കം ചെയ്യും. അങ്ങനെ ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് നഷ്ടപരിഹാരം ചെലവായ തുക ഉടമയിൽ നിന്ന് ഈടാക്കും. ഇവിടെ കരാർ കമ്പനിയിൽ നിന്ന് ഈടാക്കണം. എന്താ ഗവൺമെന്റ് ഒരു നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണോ? ഇവിടെ തൊട്ടതിനും പിടിച്ചതിനും എന്താണ് രാംദാസ്? അതെന്താണ്? വയനാട്ടിൽ താമസിക്കുന്ന ആളാണല്ലോ താങ്കൾ. എന്താണ് അതിൽ സംഭവിച്ചത്? ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിൽ എന്ത് തടസ്സമാണ് ഉണ്ടായത്? ഇല്ല മഞ്ജുഷ്, ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം ഈ 2024 ഉണ്ടായിട്ടുള്ള ദുരന്തം, ആ ദുരന്തം 16 മണിക്കൂർ മുമ്പ് നമുക്ക് അറിഞ്ഞിട്ട് പോലും അവിടുത്തെ മനുഷ്യരെ മാറ്റാൻ നമുക്ക് പറ്റിയില്ല. നമ്മളുടെ സിസ്റ്റം മുഴുവൻ ഇങ്ങനെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 വർഷമായി അവിടെ അന്നുണ്ടായിരുന്ന അന്ന് ആ ഒരു ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യർ ആരാണെന്ന് കൃത്യമായി കണ്ടെത്താൻ, പരാതിരഹിതമായിട്ട് കണ്ടെത്താൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടെ തെരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്.
നമ്മളുടെ സിസ്റ്റം മുഴുവനും പരാജയപ്പെട്ടിരിക്കുന്നു. ഈ പരാജയപ്പെട്ട സിസ്റ്റത്തിനിടയ്ക്ക് ഇതേപോലുള്ള വൻകിട പദ്ധതികൾ ജനങ്ങളുടെ അതായത് പ്രാദേശികമായ ജനങ്ങളുടെ അഭിപ്രായത്തിനും അവരുടെ ജീവനും വില കൽപ്പിക്കാതെ നടത്തുന്ന പദ്ധതികളുടെ ഒരു പൊതു സ്വഭാവമാണിത്. അതൊരു സൂചനയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യേണ്ടത്, അതായത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഭാഗമായി ചെയ്യേണ്ടത്. ഇപ്പോൾ അപകടം നടന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പറയണമെന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിത് പറയാൻ ഏത് അവസരമാണ് നമ്മൾ ഉപയോഗിക്കുക? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പദ്ധതിയെ കുറിച്ചുള്ള പുനരാലോചന തന്നെയാണ്. ഈ പദ്ധതി പുനരാലോചനയ്ക്ക് വിധേയമാക്കണം. നേരത്തെ സുഭാഷ് ചന്ദ്ര സാർ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ ചിന്ത, അതായത് പരിശോധനകൾ നടക്കണം. ഈ പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രം. ശരി, രാംദാസ് പക്ഷേ പദ്ധതിയെ വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് അത്ര കടുത്ത നിലപാടിലേക്ക് പോകുന്നില്ല അല്ലെ? തീർത്തും സങ്കുചിതമായിട്ടുള്ള ഒരു ധാരണയുടെ പേരിൽ ഈ പദ്ധതി വേണ്ട, തുരങ്കം വേണ്ട എന്നുള്ള അഭിപ്രായം ഒന്നും ഉള്ള ഒരാളല്ല ഞാനും. നമ്മൾ സഞ്ചരിക്കുന്ന ആളുകളാണ്. പക്ഷേ രാംദാസ്, താങ്കളുടെ വാക്കുകളിൽ തുരങ്കപാത അനുയോജ്യമല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അല്ല, അത് വളരെ ദുർബലമായ ഒരു പ്രദേശത്ത് അനുയോജ്യമല്ലെന്നാണ് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള, ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പഠനങ്ങളും പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ജനകീയ ശാസ്ത്രീയ പഠനം നടന്നു ഈ നമ്മളെ ചുരൽമല ദുരന്തത്തിന് ശേഷം. അത് വളരെ ലോക പ്രശസ്തരായിട്ടുള്ള സയന്റിസ്റ്റുകൾ അതിലുണ്ടായിരുന്നു. ഞാൻ പറയാം, CP രാജേന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ജിയോളജിസ്റ്റ് ആണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് സാഗർധാര എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം UNEP-യിലെ ഒരു കൺസൾട്ടന്റ് ആയിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ശാസ്ത്രജ്ഞർ, കുസാറ്റിലെ S അഭിലാഷ് ഉണ്ടായിരുന്നു, TE സജീവ് ഉണ്ടായിരുന്നു, ഹ്യൂം സെന്ററിലെ വിഷ്ണുദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടുണ്ട്. തെന്നുന്ന ഭൂമി ചിതറുന്ന ജീവിതങ്ങൾ എന്ന പേരിൽ ആ പുസ്തകം പുറത്തിറക്കി. അത് ജനകീയ അന്വേഷണ റിപ്പോർട്ടായിരുന്നു, ആളുകളിൽ നിന്ന് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്, K സഹദേവൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ പറയുന്ന പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇത് ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യവിരുദ്ധമല്ല. ഇത് വ്യാപകമായിട്ട് വ്യാജമായി ഉണ്ടാക്കുന്ന ഒരു ആരോപണമാണ് യഥാർത്ഥത്തിൽ ഈ പരിസ്ഥിതി വാദത്തെ കുറിച്ച് ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണ. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഒരു കാര്യം, നമുക്ക് ഇത് കുറച്ചുകൂടി വയസ്സായിട്ട് വിവേകത്തോടു കൂടി ഇത്തരം ഈ ഘട്ടത്തിലെങ്കിലും സലീം മടവൂരിനെ പോലുള്ള ആളുകൾ കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഗൗരവത്തോടുകൂടി മനുഷ്യരുടെ ജീവന് കൊടുക്കുന്ന വില എന്താണെന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ശരി, ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, പക്ഷേ താങ്കൾ കണ്ണുമടച്ച് ഈ പദ്ധതി എതിർക്കുന്നില്ലല്ലോ അല്ലേ? ഞാനോ? ഞാൻ കണ്ണുമടച്ച് എതിർത്തിരുന്നു. എപ്പോൾ? പദ്ധതി തുടങ്ങും മുമ്പ്. ഒരു പദ്ധതി തുടങ്ങും മുമ്പ്, ഇപ്പോൾ വെഞ്ഞാറമൂട് മേൽപ്പാലത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ്. വെഞ്ഞാറമൂട് മേൽപ്പാലം വരുന്നതിന് മുമ്പ് ഒരുപാട് ആശങ്ക ഞാൻ പങ്കുവച്ച ആളാണ്. പക്ഷേ പദ്ധതി തുടങ്ങി അത് വേറെ വഴിയിൽ കൊണ്ട് നിന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞു നിൽക്കുന്ന ഒരു പദ്ധതിയിൽ ഇനി നിർത്തണമോ മുന്നോട്ട് പോകണോ എന്ന് പറയേണ്ടത് ഞാനല്ല, അല്ലെങ്കിൽ നമ്മളല്ല. അവിടെയാണ് എൻ്റെ വാദം. ഇനി ഇത് മുമ്പോട്ട് പോകണോ, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറയേണ്ടത് ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും അവിടുത്തെ രാംദാസിനെയൊക്കെ പോലുള്ള പ്രാദേശിക ആളുകളും. കാരണം കഴിഞ്ഞ ഈ SI സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായി മഞ്ജുഷ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങളും സൂക്ഷ്മതലത്തിൽ ഭൂപടമുണ്ടാക്കി പ്രാദേശിക ജനങ്ങളെ പഠിപ്പിക്കുകയും അവരെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്യണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഏത് ജനങ്ങളെയാണോ ബാധിക്കുന്നത് അവരെ ഇത് ബോധ്യപ്പെടുത്തണം. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, പണം കൊടുക്കേണ്ടവർക്ക് പണം കൊടുക്കണം, വീട് വാങ്ങിച്ചു കൊടുക്കണം. ഇങ്ങനെ വളരെ കൃത്യമായ നിയമങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അല്ലാതെ ഇതൊരു കണ്ണുടച്ചുകൊണ്ട് റിപ്പോർട്ടല്ല ഇത്. അപ്പോൾ അങ്ങനെ ഉള്ള രാജ്യത്ത് ഇത് സംഭവിച്ച സാഹചര്യത്തിൽ വളരെ കൃത്യമായി ഗവൺമെൻറ് ചെയ്യേണ്ടത് ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റും എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റും വിത്ത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷനോട് കൂടി ബയാസ്ഡ് അല്ലാത്ത ഉദ്യോഗസ്ഥരെയും സാങ്കേതിക വിദഗ്ധരെയും ശാസ്ത്രജ്ഞന്മാരെയും വെച്ച് നടത്തണം. ഇതിപ്പോൾ ഈ മണ്ണ് മാറ്റാത്തതിലേക്ക് മാത്രം ശ്രദ്ധിക്കുകയാണ്, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ വീണ്ടും ഇത് അപകടങ്ങളിലേക്ക് തന്നെ പോകും. കാരണം ഇത് പ്രതിപക്ഷ നേതാവായ VD സതീശൻ അവർ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉയർത്തിയ ആശങ്കകൾ ഇപ്പോഴും ഉണ്ടല്ലോ. അത് അന്ന് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി രംഗത്ത് നിൽക്കുന്നവർ ഉയർത്തിയ ആശങ്കകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ആ ആശങ്കകൾ ദൂരീകരിക്കാൻ ഈ ഗവൺമെന്റിന് ബാധ്യതയില്ലേ? അങ്ങനെ ഇതിനകത്ത് ഇപ്പോൾ പ്രതിപക്ഷത്തിന് പോലും ആക്ഷേപമില്ല, കാരണം അവർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത്. അവിടെയും ഞാൻ പറയുകയാണ്, ഈ മണ്ണിലേക്ക് മാത്രം കാര്യങ്ങൾ പോവുകയാണ്. അല്ല, പ്രതിപക്ഷത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റും. ഇപ്പോൾ സലീം മടവൂറിന് പറയാൻ പറ്റുമോ കഴിഞ്ഞ LDF കൊണ്ടുവന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം മോശമാണെന്ന് പറയാൻ പറ്റും? ഇപ്പോൾ കേരളയിൽ നമ്മൾ ഉപേക്ഷിച്ച പദ്ധതിയാണ്. സലീം മടവൂറിനോട് ചോദിച്ചു നോക്കൂ, സലീം മടവൂർ നല്ല പദ്ധതിയാണെന്ന് പറയും. കാര്യം സലീം മടവൂറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ ഡിഫെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്, ഞാനും അങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ നമ്മൾ സാങ്കേതിക രംഗത്ത് നിൽക്കുന്നവർ, ശാസ്ത്ര രംഗത്ത് നിൽക്കുന്നവർ പറയുമ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്നതാണോ ഈ ഗവൺമെൻറ് കൊണ്ടുവന്നതാണോ, ഫ്ലാഗ്ഷിപ്പാണോ, നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല മഞ്ജുഷ് ജി ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഒരു അപകടമുണ്ടായി, ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ എന്നുള്ള ദിശാസൂചി തരേണ്ടത്
കൃത്യമായി ശരിയാണ്. അതെന്തായാലും ടെക്നിക്കൽ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ എം കെ രാംദാസ്, ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ശ്രീ സലീം മടവൂർ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വയനാട് ദുരന്തം മനുഷ്യനിർമ്മിതമോ? അതേ എന്ന് 86%, പ്രേക്ഷകർ അല്ല എന്ന് 11% മാത്രം. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി.